ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 19 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് മിക്കവാറും പത്രങ്ങളിൽ വരുന്ന ഒരു വാർത്തയാണ്, അതായത് ഡെങ്കു പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. ഈ അടുത്ത് കേരളത്തിലെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് ഡെങ്കു പനി പടർന്നു പിടിക്കുന്ന കാര്യം. പുതിയ പുതിയ കേസുകൾ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഡെങ്കു പനി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാക്സിൻ ആണ് TAC-003 എന്ന ഒരു വാക്സിൻ ജപ്പാനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള ടെക്കേഡ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ ടെക്കേഡ പുറത്തിറക്കിയിട്ടുള്ള ഈ ഒരു വാക്സിൻ ഇത് 6 വയസ്സ് മുതൽ 16 വയസ്സിലുള്ള കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്ന ഒരു വാക്സിൻ ആണ്, 2 ഡോസിലായിട്ട്. അപ്പൊ TAC-003 എന്ന് പറയുന്ന വാക്സിൻ ഇത് ഡെങ്കു പനി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്സിൻ ആണ്. ഇത് പുറത്തിറക്കിയിട്ടുള്ളത് ജാപ്പനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള ടെക്കേഡയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ നോളജ് ആണ് വർദ്ധിക്കുന്നത്. നമ്മളെന്നും കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ ട്രിലാറ്ററൽ മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പിന്റെ 2ാം പതിപ്പ് ഏത് സ്ഥലത്താണ് നടന്നത്? INS ദ്രോണാചാര്യ, കൊച്ചി. ഇപ്പൊ കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേവൽ യൂണിറ്റ് ആണ് INS ദ്രോണാചാര്യ. അപ്പൊ INS ദ്രോണാചാര്യയിൽ ഈ കഴിഞ്ഞ മെയ് 15 മുതൽ മെയ് 17 വരെ ഒരു വലിയൊരു കോൺഫറൻസ് നടന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ തമ്മിലുള്ള ഒരു 3 രാഷ്ട്രത്തിന്റെ ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. ആ വർക്ക്ഷോപ്പിന്റെ പേരാണ് ട്രിലാറ്ററൽ മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പ്, TMSW. നടന്നിട്ടുള്ളത് ദ്രോണാചാര്യയിലാണ്. INS ദ്രോണാചാര്യ കൊച്ചിയിലാണ്. 2ാമത്തെ വർഷമാണ് ഇത്തരത്തിലുള്ള ഒരു എക്സസൈസ് നടക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെ എക്സസൈസിന്റെ തീം ആയിരുന്നു ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ കൊളാബറേറ്റീവ് എഫേർട്സ് ടു എൻഹാൻസ് റീജിയണൽ മാരിടൈം സെക്യൂരിറ്റി. അതായത് ഇന്ത്യൻ മഹാസമുദ്ര മേഖല പ്രാദേശിക സമുദ്ര സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹകരണങ്ങൾ, ശ്രമങ്ങൾ എന്നതായിരുന്നു ഈ ഒരു ശില്പശാലയുടെ വിഷയം. സമുദ്ര സുരക്ഷ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഗാസയെ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതി എന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ കപ്പലുകൾക്ക് നേരെയുള്ള അറ്റാക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള പല അറ്റാക്കുകളും ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാജ്യങ്ങളുടെ എക്സസൈസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ആണ് പൊതുവെ നടത്തപ്പെടാറുള്ളത്. ഇന്ത്യൻ ആർമി ലോകത്തിലെ ഏറ്റവും ഉയർന്ന 2 ടാങ്ക് റിപ്പയർ സൗകര്യങ്ങൾ സ്ഥാപിച്ചത് യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ ഏത് സ്ഥലത്താണ്? ലഡാക്ക്. ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 2 ഏരിയ എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, ഇന്ത്യ ചൈന ബോർഡർ. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, ഇന്ത്യ ചൈന ബോർഡർ. ലഡാക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ഇന്ത്യ ചൈന ബോർഡറിലുള്ള ലഡാക്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2 ടാങ്ക് റിപ്പയർ യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ടാങ്കുകളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും ലോകത്തിലെ ഹയസ്റ്റ് ടാങ്ക് റിപ്പയർ ഫെസിലിറ്റി ആണിപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ വന്നിട്ടുള്ളത്. ഇത് ലഡാക്കിലാണ്. ലഡാക്കിൽ 2 പ്രദേശങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടാങ്ക് റിപ്പയർ യൂണിറ്റ് വന്നിട്ടുള്ളത്. ഒന്ന് ലഡാക്കിലെ ദേശ്പാങ് എന്ന സ്ഥലത്തും മറ്റൊന്ന് ഈസ്റ്റേൺ ലഡാക്കിലെ ദേംചോക് എന്ന സ്ഥലത്തുമാണ്. അപ്പൊ ദേംചോക്കിലും ദേശ്പാങ് എന്ന സ്ഥലത്താണ് ടാങ്ക് റിപ്പയർ യൂണിറ്റ് വന്നിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ആർമിയുടെ വേൾഡ് ഹയസ്റ്റ് ടാങ്ക് റിപ്പയർ യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. 2020 ഇന്ത്യ ചൈന ബോർഡർ ആ സമയങ്ങളിൽ കടന്നുകയറ്റത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള 2 പ്രദേശങ്ങളാണ് ദേംചോക്കും ദേശ്പാങ്. അടുത്തിടെ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് ലഭിച്ച അംബാജി വൈറ്റ് മാർബിൾ ഏത് സംസ്ഥാനത്തു നിന്നുള്ള മാർബിളാണ്? ഗുജറാത്ത്. ഗുജറാത്തിന്റെ തനതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അംബാജി വൈറ്റ് മാർബിൾ. ലേറ്റസ്റ്റ് ആയിട്ട് അംബാജി വൈറ്റ് മാർബിളിന് GI ടാഗ് ലഭിച്ചു, അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. ഓരോ പ്രദേശങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഖനനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് GI ടാഗ് ലഭിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരിലുള്ള പൊട്ടുവെള്ളരി, ആറന്മുള കണ്ണാടി, ഒഡീഷയിലുള്ള ഗജപതി ശർക്കര, ഉത്തർപ്രദേശിലെ ബനാറസ് താണ്ടൈ, ബനാറസ് തബ്ല എന്നിവയെല്ലാം ഓരോ പ്രദേശങ്ങളിൽ GI ടാഗ് ലഭിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അംബാജി മാർബിളിന് GI ടാഗ് ലഭിച്ചു. അപ്പൊ അംബാജി എന്നത് ഗുജറാത്തിലെ ഒരു പ്രദേശമാണ്, ഒരു പട്ടണമാണ്. അവിടെ ഖനനം ചെയ്യുന്ന ഒരു മാർബിളിനെയാണ്, ഒരു വൈറ്റ് കളറിലുള്ള മാർബിളിനെയാണ് അംബാജി മാർബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട് 12ാമത്തെ ഇന്ത്യ മംഗോളിയ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് എവിടെയാണ്? ഉലാൻ ബത്താർ. അപ്പൊ പ്രതിരോധവുമായി ബന്ധപ്പെട്ട്
12ാമത്തെ ഇന്ത്യ മംഗോളിയ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നിട്ടുള്ളത് ഉലാൻബത്താറിലാണ്. ഇപ്പൊ ഉലാൻബത്താർ ഇത് മംഗോളിയയുടെ ക്യാപിറ്റൽ ആണ്. ഇപ്പൊ ഇപ്രാവശ്യത്തെ 12ാമത്തെ ഒരു ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ആണ് ഇന്ത്യൻ ആർമിയും മംഗോളിയൻ ആർമിയും തമ്മിൽ നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഡിഫൻസ് ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും മംഗോളിയയിൽ നിന്ന് ബ്രിഗേഡിയർ ജനറൽ ഗാൻ ഖുയാഗ് ദാഗ്ദോർച്ചിന്റെ ലീഡർഷിപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ഇപ്പൊ 12ാമത്തെ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഇന്ത്യ മംഗോളിയ നടന്നിട്ടുള്ളത് മെയ് 16, 17 തീയതികളിൽ ഉലാൻബത്താർ എന്ന സ്ഥലത്താണ്. ഇന്നലെ മെയ് 18 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, DRDO എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം ചിത്രദുർഗ. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ആണിത്. കർണാടകയിലുള്ള ചെന്നൈക്കര താലൂക്കിലുള്ള ചിത്രദുർഗ എന്ന ഈ ഒരു ടെസ്റ്റ് റേഞ്ച്. ടെസ്റ്റ് റേഞ്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ആളില്ല വിമാനം, അതിന്റെ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു റൺവേ ആണ് കർണാടകയിലെ ചിത്രദുർഗയിൽ ഉള്ളത്. ഇപ്പൊ ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ ട്രിലാറ്ററൽ മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പിന്റെ 2ാം പതിപ്പ് ഏത് സ്ഥലത്താണ് നടന്നത്? INS ദ്രോണാചാര്യ, കൊച്ചി. ഇന്ത്യൻ ആർമി ലോകത്തിലെ ഏറ്റവും ഉയർന്ന 2 ടാങ്ക് റിപ്പയർ സൗകര്യങ്ങൾ സ്ഥാപിച്ചത് യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ ഏത് സ്ഥലത്താണ്? ലഡാക്ക്. ജാപ്പനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ടക്കേഡ ഏത് രോഗത്തിനാണ് ടാക് 003 നിർമ്മിച്ചത്? ഡെങ്കി വൈറസ്. അടുത്തിടെ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് ലഭിച്ച അംബാജി വൈറ്റ് മാർബിൾ ഏത് സംസ്ഥാനത്തു നിന്നുള്ള മാർബിളാണ്? ഗുജറാത്ത്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട് 12ാമത് ഇന്ത്യ മംഗോളിയ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് എവിടെയാണ്? ഉലാൻബത്താർ. ഇന്ന് മെയ് 19 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വാട്ട് ഇസ് ദ എയിം ഓഫ് സാഗർ പരിക്രമ യാത്ര? സാഗർ പരിക്രമ യാത്രയുടെ ലക്ഷ്യം എന്താണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അതിനോട് കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ജെഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.